ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, സോൾവ് 2x - 3 = x + 2. സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എഴുതണം. നമ്മൾ ഇവിടുത്തെ വേരിയബിൾ എന്താ, എക്സ് ആണ് അല്ലേ. അപ്പോൾ 2x - 3 = x + 2. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് എക്സ് ഉള്ള ടേംസ് ഒക്കെ LHSലോട്ട് എഴുതാം. 2x, ഈ എക്സ് LHSലോട്ട് വരുമ്പോൾ നെഗറ്റീവ് എക്സ് ആയിട്ട് മാറും, = 2. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3 എന്നായി മാറും. ഇനി 2x - x എത്രയാ? 2xൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് തന്നെയാണ് അല്ലേ. = 2 + 3 = 5. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, x = 5. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2x - 3 = x + 2. ഇവിടെ എക്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ 5 എന്ന വാല്യൂ കൊടുത്തു നോക്കാം. 2 × എക്സിന് പകരം 5 എഴുതാം, -3 = ഇവിടെ എക്സ് ഉണ്ട്, അതിന് പകരം 5 എഴുതാം, 5 + 2. 2 × 5 = 10, -3 = 5 + 2 = 7. 10 - 3 = 7. 7 = 7. LHS = RHS. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷനിലോട്ട് ആ വാല്യൂ എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ LHSും RHSും ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ ശരിയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. 5x + 7/2 = 3/2x - 14. ഇവിടെ നമുക്ക് LHSലും RHSലും ഓരോ ഫ്രാക്ഷൻസ് കാണുന്നുണ്ട്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. ഈ 2 ആയിട്ട് നമുക്ക് എല്ലാ ടേംസിനും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5x എന്നത് എന്തായി മാറും, 2 × 5x + 2 × 7/2 = 2 × 3/2x - 2 × 14. നമ്മളിപ്പോൾ എന്താ ചെയ്തത്, എല്ലാ ടേംസിനെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കൂ, 2 × 5x അത് 10x ആണല്ലോ. 2 × 5 = 10. പ്ലസ് ഈ 2ഉം ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ 7 എന്ന് മാത്രമായി. ഇനി നമുക്ക് ഇവിടെ ഈ 2ഉം ക്യാൻസലായി. 3x - 2 × 14 = 28. ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻസ് എല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ് ഉള്ള ടേംസ് ഒക്കെ LHSലോട്ട് എഴുതാം. അപ്പോൾ 10x, ഈ 3x LHSലോട്ട് വരുമ്പോൾ -3x എന്നായി മാറും, = ഇവിടെ -28 ഉണ്ട്, അതിവിടെ തന്നെ എഴുതാം. പിന്നെ ഈ 7 RHSലോട്ട് വരുമ്പോൾ -7 ആയി മാറും. 10x - 3x = 7x = -28 - 7 -35. രണ്ടും ഒരേ സൈനാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, ഈ ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 7x = -35 എന്നാണ്. നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ x = -35/7 = 35ഉം 7ഉം കൂടി കട്ട് ചെയ്യാം. 35ൽ 7 5 ടൈംസ്, 7ൽ 7 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ -5 എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ -5 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോൾവ് 6x + 1/3 + 1 = x - 3/6. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് ഞാൻ ഇൻട്രഡക്ഷനിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഇല്ലാതാക്കാനായിട്ട് എല്ലാ ടേംസും 6 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ് 6 ആയിട്ട് mൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 6 ആണ് ഈ 3യുടെയും 6ൻ്റെയും LCM. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 6 × 6x + 1/3 + 6 × 1 = 6 × x - 3/6. ഇപ്പോൾ എല്ലാ ടേംസിനും നമ്മൾ 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6ഉം ഈ 3യും കൂടെ നമുക്ക് കട്ട് ചെയ്യാലോ. അപ്പോൾ 6ൽ 3 2 ടൈംസ്, ഈ 3 കട്ടായി പോയി. അതുപോലെ തന്നെ ഈ 6ഉം ഈ 6ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 × 6x + 1 +
6 into 1 is 6 equals to x minus 3. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 2 into 6x is 12x plus 2 into 1 is 2 plus 6 equals to x minus 3. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 12x plus 2 plus 6 is 8 equals to x minus 3. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 12x ഈ എക്സ് എൽ എച്ച് എസിലോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആയി മാറും ഈക്വൽസ് ടു ഈ -3 ഇങ്ങനെ തന്നെ എഴുതാം നമുക്ക്. ഈ 8 ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ -8 ആയി മാറും. ഇനി 12x minus x is 11x equals to -3 -8 -11. x equals to -11 by 11 equals to -1. ഇങ്ങനെയാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 5x minus 2 into 2x minus 7 equals to 2 into 3x minus 1 plus 7 by 2. ആദ്യം നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് 5x minus 2 into 2x is 4x minus 2 into minus 7 is plus 14 equals to 2 into 3x is 6x minus 2 into 1 is 2 plus 7 by 2. 5x minus 4x is x plus 14 equals to 6x minus 2 plus 7 by 2. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം എൽ എച്ച് എസിലോട്ട് എഴുതാം. എക്സ് ഈ 6x ഇങ്ങോട്ട് വരുന്നു, -6x ആയി മാറും ഈക്വൽസ് ടു -2 പ്ലസ് 7 by 2. ഈ 14 ഇങ്ങോട്ട് വരുമ്പോൾ -14 ആയി മാറും. ഇനി എക്സ് മൈനസ് 6x അപ്പോൾ -5x ഈക്വൽസ് ടു ഈ -2ഉം -14ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -16 എന്ന് കിട്ടും അല്ലേ, പ്ലസ് 7 by 2. അടുത്ത സ്റ്റെപ്പിൽ -5x ഈക്വൽസ് ടു -16 into 2 by 2 പ്ലസ് 7 by 2 എന്നെഴുതാം. ഇവിടെ നമുക്ക് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -5x ഈക്വൽസ് ടു -32 by 2 പ്ലസ് 7 by 2. -5x ഈക്വൽസ് ടു 32 minus 7 ചെയ്ത് നോക്കാം. 2 minus 7 is not possible. ഇത് 12 ആവും, ഇവിടെ 2 ആവും. 12 minus 7 is 5. ഈ 2 താഴോട്ട് വരും. അപ്പോൾ നമുക്കിവിടെ -25 by 2 എന്ന് കിട്ടും. ഇവിടെ 32ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്തിട്ട് ഈ നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -5x into 2 equals to -25. -10x equals to -25. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 10x equals to 25 എന്ന് എഴുതാം. അപ്പോൾ x equals to 25 by 10. രണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക്. 25ൽ 5 ടൈംസ്, 10ൽ 5 2 ടൈംസ്. അപ്പോൾ x equals to 5 by 2 എന്നാണ് ആൻസർ കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ 4 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ് ചെയ്തത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇൻട്രഡക്ഷൻ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണം. പെട്ടെന്ന് തന്നെ ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.